നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന എല്ലാവരും നമ്മളുടെ ഡയറ്റ് ഇവിടുന്ന് സ്വീകരിച്ചോളണമെന്നൊന്നുമില്ല. ഫാമിലി പലപ്പോഴും വളരെ കൺസിഡർ ചെയ്യും അവരെ പേഷ്യൻസിനെ. ഈ ഒരു സമയത്ത് അവർ തന്നെ ഫുഡ് വളരെ നന്നായി പ്രിപ്പയർ ചെയ്ത് കൊടുക്കാമെന്ന്. അങ്ങനെ ഫാമിലി തന്നെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്ത് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ദേ ആർ എഡ്യൂക്കേറ്റഡ് അബൌട്ട് ദ പേഷ്യൻസ് ഡയറ്റ് ലിമിറ്റേഷൻസ്. അത് ന്യൂട്രീഷൻ്റെ ജോബാണ്. നമ്മുടെ ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ നേഴ്സ് ആ ഫാമിലിയായിട്ട് ആരൊക്കെയാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അവർ ഈ ഫാമിലിയെ ഈ ഒരു ഡയറ്റീഷ്യൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യണം. അതനുസരിച്ച് നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ഡയറ്റ് അനുസരിച്ചാണോ അവർ ഫുഡ് കൊടുക്കുന്നത് എന്ന് മോണിറ്റർ ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു കമ്മിറ്റ്മെന്റ് ഒബ്ജക്റ്റീവ് എലമെന്റ് ആയ 19E പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ ഡയറ്റ് ന്യൂട്രീഷണൽ കൺസെപ്റ്റുകൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിയുകയാണ്. ഫുഡ് ഫാമിലി കൊടുത്തോട്ടെ, നിർബന്ധം പ്രശ്നം ഉണ്ടാക്കണ്ട. പക്ഷെ അത് കൃത്യമായും നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് അവർ കൊടുക്കുന്ന ഫുഡ് ആസ് പെർ ദ ഡയറ്റ് ഓർഡർ ആണോ എന്ന് മോണിറ്റർ ചെയ്ത് പ്രിസ്ക്രൈബ്ഡ് ഡയറ്റ് കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം. കെയർ ഓഫ് പേഷ്യന്റ് 19ാമത്തെ സ്റ്റാൻഡേർഡിന്റെ 5ാമത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ് പറയുന്നു, വെൻ ഫാമിലീസ് പ്രൊവൈഡ് ഫുഡ് they are educated about the patient's diet limitations.